നമസ്കാരം. അയർലൻഡിലെ ജബ്ലിനിൽ മലയാളി യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലാപുരം സ്വദേശിയായ സാൻജോ സുനിലാണ് മരണപ്പെട്ടത്. ഡബ്ലിൻ ഫിൻക്ലാസിലെ ചാൾസ് ടൗണിലുള്ള താമസ സ്ഥലത്താണ് 31കാരനായ സാൻജോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത് ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത്. ഭർത്താവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ സാൻജോയുടെ ഭാര്യ ലിഷ്മ ഫിലിപ്പിനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ലിഷ്മ അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സ്വപ്നങ്ങളുമായി അയർലൻഡിലെത്തിയ സാൻജോയുടെയും ലിഷ്മയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായാണ് വിധി വില്ലനായത്. കഴിഞ്ഞ വർഷം വിവാഹിതരായ ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മംഗലാപുരത്ത് സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബങ്ങളിലെ അംഗങ്ങളായ ഇവർ പ്രവാസ ലോകത്തെ സാധ്യതകൾ തേടിയാണ് അയർലൻഡിനെ താമസിക്കാനായും ജോലിക്കായും തെരഞ്ഞെടുത്തത്. എന്നാൽ സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ ആദ്യ വാർഷികം പോലും തികയും മുൻപേ പ്രവാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ദുരന്തം സംഭവിച്ചത് മലയാളി സമൂഹത്തെ ഒന്നടങ്കം നോവിക്കുന്നുണ്ട്. നേരത്തെ ഇസ്രയേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ അവിടെ നിന്നുള്ള സമ്പാദ്യവും പരിചയസമ്പത്തുമായാണ് ഭാര്യയ്ക്കൊപ്പം ചേരാൻ അയർലൻഡിലെത്തിയത്. വെറും 1 മാസം മുൻപ് മാത്രമാണ് അദ്ദേഹം ഡിപെൻഡന്റ് വിസയിൽ ഡബ്ലിനിലെത്തിയത്. നേഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ ലിഷ്മയ്ക്ക് താങ്ങും തണലുമായി അവിടെ തുടരാനായിരുന്നു സാൻജോയുടെ തീരുമാനം. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വരുന്നതിനിടയിൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു തീവ്രമായ തീരുമാനം അദ്ദേഹം എടുത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം പ്രവാസി സുഹൃത്തുക്കൾക്കിടയിൽ വലിയ വേദനയായി അവശേഷിക്കുന്നുണ്ട്. മംഗലാപുരത്തെ മലയാളി പേരുകളുള്ള ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാൻജോയുടെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഭാര്യ ലിഷ്മ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. എങ്കിലും അവർ അപകടനില തരണം ചെയ്തു എന്നത് മാത്രമാണ് നിലവിലെ ഏക ആശ്വാസം. ഇരുവരുടെയും കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബന്ധുക്കൾ എത്തുന്നതിനും തുടർന്നുള്ള നിയമ നടപടികൾക്കും ഡബ്ലിനിലെ മലയാളി കൂട്ടായ്മകൾ സജീവമായി രംഗത്തുണ്ട്. അയർലൻഡിലെത്തി വെറും 1 മാസം മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ എങ്കിലും സാൻജോ സുനിൽ ആ നാട്ടിലെ മലയാളി സമൂഹത്തിന് അത്രമേൽ പ്രിയങ്കരനായി മാറിയിരുന്നു. സന്മനസ്സും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും ഇടപഴകിയിരുന്ന അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു സൗഹൃദ വലയം ഡബ്ലിനിൽ കെട്ടിപ്പടുത്തിയിരുന്നു. അപരിചിതമായ ഒരു നാട്ടിൽ പുതിയ ജീവിതം തുടങ്ങാൻ എത്തിയ സാൻജോയുടെ പെട്ടെന്നുള്ള മരണം സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല. ഒരു പുതിയ അയൽക്കാരൻ എന്നതിലുപരി എല്ലാവർക്കും താങ്ങാൻ നിൽക്കുന്ന ഒരു നല്ല സുഹൃത്തിനെയാണ് ഫിൻക്ലാസിലെ മലയാളി സമൂഹത്തിന് നഷ്ടമായത്. സാൻജോയുടെ കായിക പ്രേമം അദ്ദേഹത്തെ പ്രാദേശിക മലയാളി കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമാക്കി മാറ്റിയിരുന്നു. മികച്ചൊരു ക്രിക്കറ്റ് താരം കൂടിയായിരുന്ന അദ്ദേഹം അയർലൻഡിലെ പ്രാദേശിക ക്രിക്കറ്റ് ടീമുകളിൽ വളരെ വേഗം അംഗമാവുകയും മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കളിമിടുക്കുകൊണ്ട് ടീമംഗങ്ങളോടും സ്നേഹപൂർവ്വമായ പെരുമാറ്റം കൊണ്ടും കളിക്കളത്തിലും അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. സാൻജോയുടെ അപ്രതീക്ഷിത വേർപാട് ഇവിടുത്തെ കായിക പ്രേമികൾക്കും വലിയ വേദനയായി അവശേഷിക്കുന്നുണ്ട്. വെറുമൊരു പ്രവാസി എന്നതിലുപരി മലയാളി അസോസിയേഷനുകളുടെയും വിവിധ സാമൂഹിക സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ സാൻജോ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രവാസ ലോകത്തെ മലയാളികൾ നേരിടുന്ന വെല്ലുവിളികളിലും സന്തോഷങ്ങളിലും പങ്കുചേരാൻ അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു. ഇസ്രായേലിലെ തൊഴിൽ പരിചയവും ലോകപരിചയവും അയർലൻഡിലെ മലയാളി കൂട്ടായ്മകൾക്ക് ഗുണകരമാകുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഈ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്.